ദുൽഹിജ്ജ 27 2 ദിവസം കൊണ്ട്, ദുൽഖഅദ 27 ഇന്ന് 2 ദിവസം കൊണ്ട് നമ്മൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഉളഹിയത്തുമായി ബന്ധപ്പെട്ടത് ഉദ്ദേശിച്ചവരും ഉളഹിയത്ത് ഉദ്ദേശിക്കാത്തവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഉളഹിയത്തിൻ്റെ അറുക്കാനുള്ള കഴിവുണ്ടായിട്ടും ഉളഹിയത്ത് അറുക്കാൻ ആരും ശ്രമിക്കുന്നില്ലെങ്കിൽ ഇനി അവർ നിസ്കരിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. മൻ വജദ സഅതൻ ലഅൻ യുദഹിയ ഫലം യുദഹി ഫലാ യഹ്ദുറു മുസല്ലാനാ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. മൻ വജദ സഅതൻ ലഅൻ യുദഹി, ഉലഹിയത്തിനുള്ള ഒരു കഴിവൊക്കെ അള്ളാഹു ഒരാൾക്ക് കൊടുത്തിട്ട് അവർ ഉലഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ ഫലം യുദഹി ഫലാ യഹ്ദുറു മുസല്ലാന. അപ്പോൾ സുന്നത്ത് എന്നതിലുപരി മുഅക്കദായ സുന്നത്താണ് ഉദഹിയത്ത്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ മദ്ഹബിൽ ഉദഹിയത്ത് നിർബന്ധമാണ്. ഷാഫിഈ മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്. നിർബന്ധമാവാൻ അവർ തെളിവ് പിടിച്ച ഒരു ഹദീസാണ് ഇപ്പറഞ്ഞ ഹദീസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗൗരവത്തോടു കൂടെ ഒരു വിഷയം ഓർമ്മപ്പെടുത്തണമെങ്കിൽ അത് നിർബന്ധമാവാതിരിക്കാൻ തരമില്ല എന്നതാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദ്. അപ്പോൾ ഇതിൻ്റെ ഫളായിൽ കഴിഞ്ഞ തവണ നമ്മൾ 5 മിനിറ്റ് ഉലഹിയത്തിൻ്റെ ചരിത്രം, ഇത്തവണ മഹത്വം, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് മസ്അല പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയും കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം മാക്സിമം ആ ഉലഹിയത്തിൻ്റെ ഭാഗമാവാനുള്ള ഒരു താല്പര്യം തീർച്ചയായും വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മദ്ഹബിൽ നിർബന്ധമില്ലെങ്കിലും ധാരാളം ഇമാമുകാർ ഉലഹിയത്ത് നിർബന്ധമാണെന്ന് പറയുന്നു. ഉലഹിയത്ത് കഴിവുള്ള ആൾ ഒഴിവാക്കൽ കറാഹത്താണെന്നാണ് മസ്അല. അപ്പോൾ ഒരാൾക്ക് ശേഷി ഉണ്ടായിരിക്കുക, അയാൾ ഉലഹിയത്തിൽ കൂടുന്നില്ലെങ്കിൽ ആ മക്റൂഹായ ഒരു സംഗതി അയാൾ വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തെയും ബിസിനസ്സിനെയും സംരംഭങ്ങളെയും എല്ലാം അത് ബാധിക്കും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തതിൻ്റെ പേരിൽ കുറ്റം കിട്ടൂല എങ്കിലും ബറക്കത്ത് കുറഞ്ഞു പോകും, അപലക്ഷണമുണ്ടായി പോകും. അപ്പോൾ എന്തോ ഒരു തട്ടിമുട്ട്, എന്താണെന്നറിയില്ല എന്ന് പറയുന്ന കുറേ ഒരു കാരണം പിടികിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വാജിബല്ലെങ്കിലും മുഅക്കദായ സുന്നത്തുകൾ ഒഴിവാക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് അവർ വീണ്ടെടുക്കാനും ചിന്തിക്കാനും വേണ്ടി അല്ലാഹു തആല നൽകുന്ന കാര്യങ്ങളാണ്. വേറെയും ധാരാളം ഹദീസിൽ ഉലഹിയത്തിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശദമായി ഞാൻ കിടക്കുന്നില്ല. അള്ളിമു ദഹായാകും ഫഇന്നഹാ അലസ് സിറാത്തി മതായാകും. മഹ്ശറിൽ സിറാത്ത് പാലം വിട്ടുകിടക്കുക എന്നതാണ് വളരെ പ്രയാസകരവും അതുപോലെ തന്നെ നിർണായകവുമായ ഒരു കാര്യം. സിറാത്ത് പാലത്തിലൂടെ ആർക്കെങ്കിലും അപ്പുറത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു. അതേസമയം അതിന് സാധ്യമായില്ല എങ്കിൽ അവരാണ് നരകത്തിൻ്റെ അഹ്ലുകാർ. നരകത്തിൻ്റെ അഹ്ലുകാരുടെ ഭയാനകതയും അവരുടെ പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും അവസ്ഥയൊക്കെയാണ് ഖുതുബയിൽ നാം സൂചിപ്പിച്ചിട്ടുള്ളത്. നരകത്തിൻ്റെ അഹ്ലുകാർ ഒരുപാട് കാലം നരകത്തിൽ കടന്ന് പ്രയാസപ്പെട്ട് കത്തി അവരുടെ തൊലി ഉരുകിത്തീരുമ്പോൾ അവർക്ക് പുതിയത് നൽകി വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണതൊക്കെ. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ, ആമീൻ. ഏതായിരുന്നാലും കുറേ കാലം കിടന്ന് അവസാനം കുറെ കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കും അല്ലാഹുവിനോട്, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. പടച്ചവനെ, കാരുണ്യവാനായ അല്ലാഹുവിനോട് ചോദ്യം, കാരുണ്യവാനായ റബ്ബാണ് നീ ഞങ്ങൾക്ക് ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം നൽകണേ അല്ലാ എന്ന് അവസാനമായി സഹികെട്ട് അവർ പറയുമ്പോൾ കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ മറുപടി എന്താണ്? ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടരുത്, നരകത്തിൻ്റെ ആഴിയിലേക്ക് ആണ്ടുപോവുക, അകന്നു പോവുക, മിണ്ടാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മറുപടി വന്നാൽ പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടാനുള്ളത്? കാലാകാലവും ഫയസ്ബിറു. ഖുർആൻ പറഞ്ഞു ഫയസ്ബിറു ഫന്നാറു മസ്വല്ലഹും. ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിച്ചോളി, നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം തന്നെ. വയസ്തഅതിബു, അല്ല നിങ്ങൾ പൊറുതേട് കാട്ടി പരാതി പറയാണോ? ഫമാഹും മിനൽ മുഅ്തബീൻ. പറയാനുള്ളത് പറയാമെന്നല്ലാതെ
ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന ദുആ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണമെന്ന ദുആ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാവേണ്ടതിന്റെ ആവശ്യകത വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇത്തരം അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഈ സമയത്ത് ഇത് പറയാൻ കാരണം ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ പഠിപ്പിച്ച ഒരു ഹദീസാണ് ഇപ്പോൾ പറഞ്ഞത്. സിറാത്ത് പാലം വിട്ടുകടക്കാൻ, ഉദ്ഹിയ്യത്ത് അറക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മൃഗം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്കത് വാഹനമായി മാറും. അതുകൊണ്ട് വലിയ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറക്കുക, അള്ളിമു ഉദ്ഹായാക്കും, വലിയ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറക്കുക. അതോടൊപ്പം തന്നെ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ നന്നായി ബഹുമാനിക്കുക, ആദരിക്കുക. കാരണം ഇത് നാളെ നിങ്ങൾക്ക് സിറാത്ത് പാലം കടക്കാനുള്ള വാഹനമാണ് എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. വേറെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്, മൻ ളഹ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, ഒരാൾ നല്ല നിലക്ക് ഉദ്ഹിയ്യത്ത് അറുത്തു. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മൻ ളഹ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, ഒരാൾ നല്ല തീവുൻ നഫ്സോട് കൂടെ ഉദ്ഹിയ്യത്ത് അറുത്തു. ഞാൻ അറുത്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, എന്തേ ആചാര്യ ഇക്കുറി നിങ്ങളതില്ലേ എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടോ, ഇജിപ്പ അതിൻ്റെ കുളേണ്ടറല്ലേ, എന്നിട്ട് ഇജും കൂടിയിട്ടില്ലേ എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ ഒരാൾ നിർബന്ധിച്ച് അതിന് വഴങ്ങിയിട്ടോ എന്നൊന്നുമല്ല എന്നാണ് ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു എന്ന് പറഞ്ഞാൽ. തീബുൻ നഫ്സോടുകൂടെ, നല്ല മനസ്സംതൃപ്തിയോടുകൂടെ, ആ ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ, മൻ ളഹ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, ആരെങ്കിലും ഉദ്ഹിയ്യത്ത് അറുത്താൽ, മൻ ളഹ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, അങ്ങനെ ഒരാളെ ഉദ്ഹിയ്യത്ത് അറുത്താൽ അവർക്ക് എന്താണ്? അതുകൊണ്ട് മുഹ്തസിബൻ ലി ഉദ്ഹിയ്യതി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം കിട്ടണം എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഉള്ളത്. വേറെ ഒരു ഘടകങ്ങളും അതിനെ പ്രേരിപ്പിച്ചിട്ടില്ല. എന്നാൽ കാനത്ത് ലഹു ഹിജാബും മിനന്നാർ, അള്ളാഹു ആ ഉദ്ഹിയ്യത്ത് അവന് നരകത്തെ തൊട്ടുള്ള മറയാക്കി കൊടുക്കുന്നതാണ്. അഥവാ നരകത്തിൽ അവർ പ്രവേശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മഹത്തായ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാൻ, അതിന്റെ ഭാഗമാവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ നാം നിർവഹിച്ച ഉദ്ഹിയ്യത്തടക്കം, നമ്മുടെ ഈ വർഷങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ഉദ്ഹിയ്യത്തടക്കം, അതുപോലെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നരകത്തെ തൊട്ട്, അതിൻ്റെ കാഠിന്യത്തെ തൊട്ട്, പ്രയാസത്തെ തൊട്ട് അല്ലാഹു നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സ്നേഹജനങ്ങളെയും നമ്മെ ഇഷ്ടപ്പെടുന്ന, സഹായിക്കുന്ന, ദീനിനു വേണ്ടി സഹായിക്കുന്ന, ദീനീ ഖിദ്മയിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അന്നേരം ഉസ്താദ് അടക്കം പലരും ഹജ്ജിലാണ്. അവർക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ഹജ്ജിന്റെ അമാലുകളെല്ലാം പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം പൂർത്തിയാക്കി സന്തോഷത്തോടെ തിരിച്ചു വന്ന് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അല്ലാഹു തആല നല്ല ആഫിയത്ത്, ദീർഘകാലം ആയുസ്സിലായി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലാം ഖബറുകൾ, വിശേഷമായി പള്ളിയുമായി ബന്ധപ്പെട്ട് ഖിദ്മത്ത് ചെയ്തിരുന്ന ആളുകൾ പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാവട്ടെ. ഇവിടെയുള്ള ദീനിയായ ഹർക്കാത്തുകളുടെ എല്ലാം അസറ് അതുകൊണ്ട് സന്തോഷിക്കാനും അതുകൊണ്ട് ഈനാസാവാനുമുള്ള തൗഫീഖ് അവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.